ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിൽ സി പി എമ്മിനെ പോലെയുള്ളൊരു പാർട്ടിയെ ദുർബലപ്പെടുത്താനും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായി ഒരു വോട്ടിംഗ് രംഗത്ത് കടന്നു വരാനും വേണ്ടിയിട്ടുള്ള ഇത്തരമൊരു നീക്കം എന്നെ വ്യക്തിപരമായി പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് മുമ്പിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വാർത്ത സൃഷ്ടിക്കാൻ കൂട്ടുനിൽക്കാൻ പാടുണ്ടായിരുന്നു. എന്തെങ്കിലും വസ്തുതയുണ്ടോ അതിൽ? അപ്പോൾ തികച്ചും ഇല്ലാത്ത വാർത്തയുണ്ടാക്കി ഒരു വലിയ ഒരു ഭൂമിങ് ഉണ്ടാക്കാൻ, ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു ഗൂഢാലോചന തന്നെയായിരുന്നു അത്. ഇതിനകത്ത് നേരത്തെ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ. ഇപ്പോൾ പോലീസ് പറയുന്നത് വീണ്ടും ഒരു പുതിയ പരാതി കേസെടുക്കാൻ താങ്കൾക്ക് കോടതിയെ സമീപിക്കാമെന്നാണ് പറഞ്ഞത്. കോടതിയെ സമീപിക്കുമോ? അല്ല, അതിപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കോടതിയിൽ പോകേണ്ടതാണെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. ഇപ്പോൾ തന്നെ ഞാൻ അഡ്വക്കേറ്റ് വിശ്വൻ മുഖാന്തരം വക്കീൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നടപടികളിലേക്ക് പോകും. പിന്നെന്താ, ഏറ്റവും ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള തെറ്റാണ് ചെയ്തത്. എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നുള്ളത് എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാ വശങ്ങളും പുറത്തു കൊണ്ടുവരാൻ നിയമപരമായിട്ടും എല്ലാ നടപടികളും ഞാൻ സ്വീകരിക്കും. ഞാനൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയണമെങ്കിൽ എല്ലാ വസ്തുതകളും തെളിവുകളും എൻ്റെ കൈവശം വന്നാലേ പറയൂ. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളിലുള്ള നിരീക്ഷണമാണ്.